അഭിനയിച്ച് തകർക്കുന്നുണ്ടായിരുന്നല്ലോ അവിടെ അമ്മേന്റെ മുമ്പില്. എടേ, നമ്മുടെ വീട്ടിലൊരാൾ വരുമ്പോഴേ അവരോട് മാന്യമായിട്ട് പെരുമാറാൻ പഠിക്കണം. അതാണ് ക്വാളിറ്റി. അല്ലാണ്ട് നമ്മുടെ മനസ്സിലുള്ളത് മുഴുവൻ ഇങ്ങനെ വിളിച്ച് പറയലല്ല. നിങ്ങൾക്ക് നാണുണ്ടോ ഇങ്ങനെ പറയാൻ? മനസ്സിൽ മുഴുവൻ എന്റെ വീട്ടുകാരോട് വെറുപ്പ്, എന്നിട്ട് പുറമെ ഇങ്ങനെ ചിരിച്ചു കാണിക്കുക. അതും വിശ്വസിച്ചാണ് അമ്മ അവിടെ ഇരിക്കുന്നത്. എന്നിട്ട് വലിയ ക്വാളിറ്റിയാണ് പോലും. നിങ്ങളുടെ വീട്ടിൽ നിന്ന് ആരെങ്കിലും വരുമ്പോ ഞാൻ ഇങ്ങനെയല്ലല്ലോ പെരുമാറുന്നത്. എത്ര സ്നേഹത്തോടു കൂടിയാ. നിങ്ങളെ പോലെ പുറത്ത് ചിരിച്ചു കാണിച്ചിട്ടേ അകത്ത് വേറെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടാവും? സത്യം പറഞ്ഞാൽ നിങ്ങൾ എന്റെ അമ്മേനോട് ഇങ്ങനെയോ കാണിക്കുന്ന കാണുമ്പോ എനിക്ക് നല്ല വിഷമം തോന്നുന്നുണ്ട്. ആ, നിനക്ക് വിഷമം വരണം, അത് തന്നെയാണ് എനിക്കും വേണ്ടത്. എന്നിട്ട് നിന്റെ നാവ് കൊണ്ട് നീ നിന്റെ അമ്മേനോട് പറ, അമ്മ തൽക്കാലം ഇപ്പൊ ഇവിടുന്ന് പോയിക്കോ, പിന്നെ കുറച്ചു കാലത്തേക്കൊന്നും ഇങ്ങോട്ട് വരണ്ട. എന്റെ വീട്ടിൽ നിന്ന് ഒരാൾ ഇങ്ങോട്ട് വരാൻ പാടില്ല? എന്റെ അച്ഛനമ്മ ഇങ്ങോട്ട് വന്നാലും നിങ്ങൾക്ക് എന്താ അത്ര ദേഷ്യം? എനിക്കിഷ്ടല്ല നിന്റെ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോരുത്തരും ഇങ്ങോട്ട് വലിഞ്ഞേറി വരുന്നതേ. എനിക്കത്ര താല്പര്യമുള്ള കേസൊന്നുമല്ല. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ തന്നെ ബിഹേവ് ചെയ്യുള്ളൂ. നമുക്ക് എങ്ങോട്ടെങ്കിലും ഒക്കെ പോണ്ടി വരുമ്പോഴേ അയ്യോ മോളെ അമ്മേന്റെ കൊടുക്ക്, മോനെ അമ്മേനെ നോക്കാൻ ഏൽപ്പിക്കുന്നു പറഞ്ഞിട്ടേ കുട്ടികളെ അവിടെ ഏൽപ്പിച്ചിട്ട് പോകാറില്ലേ? അപ്പോഴൊക്കെ ഭയങ്കര സ്നേഹം. ഒരു 2 ദിവസം അവരിവിടെ നിൽക്കാൻ വേണ്ടി വന്നാലേ നിങ്ങൾക്ക് ഇത്ര മാത്രം പ്രശ്നം അല്ലേ? അത് നിന്റെ മാത്രമൊന്നല്ല, എല്ലാ സ്ത്രീകളും അമ്മമാരും ചെയ്യുന്ന തന്നെയാണ്. ഇപ്പൊ മോളും മരുമോനും എവിടെയെങ്കിലും പോകുമ്പോ അവരുടെ കുട്ടികൾ അവരുടെ അമ്മമാരെ തന്നെ നോക്കുക. അല്ലാണ്ട് നിന്റെ അമ്മ എക്സ്ട്രാ ഒന്നും ചെയ്യുന്നില്ല. ഈ കുട്ടി എവിടെ പോയി? കുറെ സമയമായല്ലോ. പച്ചക്കറികളൊക്കെ കഴുകി ഫ്രിഡ്ജിൽ വെച്ചു. അത് ശരി. അപ്പൊ നമ്മുടെ ഉപകാരത്തിന് വേണം. അത് കഴിഞ്ഞാൽ പിന്നെ ഭാര്യന്റെ വീട്ടിൽ നിന്ന് ഒരാൾ ഇങ്ങോട്ട് വരാൻ പാടില്ല അല്ലെ? ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുന്നതിന് പോലും നിങ്ങൾ കണക്ക് വെക്കുന്നില്ലേ? ആ, ഞാൻ കണക്ക് വെക്കും. അല്ലാണ്ട് എനിക്ക് ഭ്രാന്തുണ്ടോ നിന്റെ അച്ഛനമ്മേനെ തീറ്റി പോരാൻ? ആ ശരി. നീ ആരോടാ പറഞ്ഞേ 10 ദിവസം നമ്മളിവിടെ വീട്ടിലുണ്ടാവില്ല? നിങ്ങളുടെ അമ്മയോട്. അമ്മയും പെങ്ങളും പെങ്ങളെ ഭർത്താവും കുട്ടികളും എല്ലാരും കൂടിട്ടേ നാളെ ഇങ്ങോട്ട് വരാന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു 10 ദിവസത്തേക്ക് ഇങ്ങോട്ട് വരണ്ട, നമ്മളിവിടെ ഉണ്ടാവില്ലാന്ന്. അതിന് നീ ആരടി എന്റെ വീട്ടുകാരോട് ഇങ്ങോട്ട് വരണ്ടെന്ന് പറയാൻ? നീയാണ് തീരുമാനിക്കുന്നത് അവരിങ്ങോട്ട് വരണോ വേണ്ടേന്ന്. വരാൻ നിന്ന ആൾക്കാരെ മുടക്കിയിട്ട് അവള് മനുഷ്യനെ മാനം കെടുത്താൻ നിൽക്കുക. നിങ്ങളെ പോലെ വീട്ടിൽ വന്നൊരാളെ അപമാനിച്ചു വിട്ടിട്ടൊന്നുമില്ലല്ലോ. ഇങ്ങോട്ട് വരാൻ നിന്നവരെ വരണ്ടാന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ. നിങ്ങൾക്ക് എങ്ങനെയാണോ നിങ്ങളുടെ വീട്ടുകാര്, അതുപോലെ തന്നെ എനിക്ക് എന്റെ വീട്ടുകാര്. എന്റെ അമ്മേനോട് അങ്ങനെ പെരുമാറിയപ്പോഴേ എനിക്കുണ്ടായ വേദനയില്ലേ, അത് നിങ്ങളും കുറച്ചൊന്ന് മനസ്സിലാക്കും. ഇനിയിപ്പോ അമ്മേനെ തിരിച്ചു വിളിച്ചിട്ട് ഇങ്ങോട്ട് വന്നോ ഞങ്ങൾ ഇവിടെ ഉണ്ടെന്നൊന്നും പറയാൻ നിൽക്കണ്ട. നിങ്ങൾക്ക് എന്നെ നാണക്കേട്. ഭാര്യ ഒട്ടും വില തരുന്നില്ല എന്ന് അവര് വിചാരിക്കും.